ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ. ഇപ്പൊ നമുക്കൊരു സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഒരു ഷൂട്ടിന് വിളിച്ചാൽ അങ്ങോട്ട് പോകും. അതാണ് പൊതുവെ നമുക്കൊരു ആഗ്രഹത്തിന് നമ്മൾ നിന്ന് തരില്ല. പക്ഷെ നിങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പൊ സിബ്ലിങ്സും സുഹൃത്തും എല്ലാവരും കൂടി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു സപ്പോർട്ടാണല്ലോ. ശരിക്കും കൊച്ചിലെ ആള് ഭയങ്കര ഈ അഭിനയം ഭയങ്കര ഇഷ്ടമുള്ള ആളാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ. എനിക്ക് എത്ര വയസ്സായി? 34 വയസ്സ് കഴിഞ്ഞ്. ഇവക്ക് 26 വയസ്സ് കഴിഞ്ഞ്. എല്ലാരും പറഞ്ഞല്ലേ ഇവളുടെ മൂത്ത് പറഞ്ഞത്. അതൊക്കെ സന്തോഷം കിട്ടും. എനിക്ക് സന്തോഷമാണല്ലോ. ഇവിടെ ഏറ്റവും ചെറുത്. പക്ഷെ ഏറ്റവും വിറ്റെന്നറിയോ, ഞാൻ ഇവരോട് പോകുന്ന സമയത്ത് ഇവളുടെ ഭാര്യ എന്നല്ല പറഞ്ഞത്. ഇതിന് കുട്ടിണ്ടോ കേൾക്കോട്. അപ്പൊ കല്യാണം കഴിഞ്ഞാ എനിക്ക് എത്ര കുട്ടികളുണ്ട്? അത്രേ ഉള്ളൂ. അതെങ്ങനെയാ? ഇപ്പൊ എന്റെയും ചേച്ചി കാണുമ്പോ അനിയത്തി എന്നെ മുത്ത പറയുന്നത്. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഹൈറ്റ് കൂടിയതാണ് പ്രശ്നം തോന്നുന്നു. അത് നമുക്ക് ഹൈറ്റ് ഇപ്പൊ ആ സമയത്ത് ആക്ടിങ് പണ്ടേ തുടങ്ങി. അപ്പൊ ജനിച്ചിട്ട് പോലും ഇല്ല. ഇത് എനിക്ക് കുറെ മുമ്പുള്ള ഭ്രാന്താണ്. ഇവക്ക് തുടങ്ങി ഇപ്പൊ ഭ്രാന്താണ്. ആദ്യം അവൻ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു, വലിയ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. ഉപ്പാന്റെ അടുത്ത് ക്യാമറ ഉണ്ടായിരുന്നു. അന്നുള്ളൊരു രഹസ്യം ശരിക്ക്. ഉപ്പാനടുത്ത് നമ്മളെ VCD ഉണ്ടല്ലോ, പെട്ടിക്ക സെറ്റ്. അന്നിപ്പോ ഗൾഫിൽ നിന്ന് ക്യാമറ മൊത്തം ഷൂട്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ വെറുതെ രണ്ടോട്ട് കൂടി കളിക്കും. പിന്നെ ഈ ആൽബം, മലപ്പുറത്ത് ഫസ്റ്റ് ആൽബം ആണല്ലോ മറ്റേ ഷാഫി കൊല്ലത്തിന് ഇവരൊക്കെ പാട്ടുകളൊക്കെ തന്നെ. പിന്നെ സ്കൂളുകളിലെ ഏറ്റവും ഞാൻ ആഗ്രഹിച്ചിരുന്നു സ്റ്റേജിൽ കയറാൻ. നമുക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ലായിരുന്നു. ഈ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരെ ഈ കലാപരമായിട്ട് നോക്കുന്നത് അവരെ തന്നെയാണ് അന്നത്തെ കാലത്ത്. ഇപ്പത്തല്ല, പണ്ട് ടീച്ചേഴ്സൊക്കെ നോക്കുന്ന പഠിക്കുന്ന കുട്ടികൾ അവർക്ക് പരമാവധി സപ്പോർട്ട് എടുത്തുകൊണ്ട് പുറത്തേക്ക് ശാസ്ത്രമേളൊക്കെ കൊണ്ടുപോകുക, അങ്ങനത്തെ കൈവൊക്കെ കലോത്സവ പരിപാടികൾക്ക് പങ്കെടുപ്പിക്കുക. ഇപ്പൊ സ്കൂളിൽ തന്നെ കലോത്സവം ഇപ്പത്താണ് എല്ലാവർക്കും പാട്ടും പരിപാടിയും ഒപ്പനയും ഒക്കെ കൊടുക്കുന്നത്. അന്ന് ഒരുപാട് ഞാൻ ശരിക്കും കണ്ടുന്ന ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ ഇങ്ങനെ എനിക്ക് അവരെ പോയി ആയിരുന്നെങ്കിൽ. പക്ഷെ ആ ആൾക്കാരൊക്കെ ഇപ്പൊ ഔട്ടാണ്. അപ്പൊ നമുക്ക് അവരെക്കാളും മികച്ച രീതിയിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. അത് സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടായ ഒരു ഉപകാരം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ അഭിനയം ആഗ്രഹമുള്ളവർക്കും ഈ ടാലന്റ് ഉള്ളവർക്കും ഇപ്പം അത് നന്നായി യൂസ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷെ ഇവിടെ അഭിനയം ഉണ്ട്, ഇവിടെ അഭിനയം ആഗ്രഹമില്ലാതെ വന്നിട്ട് ഇപ്പം അഭിനയം എന്ന് പറയാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നല്ലേ? ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ആണ് എത്തിയത്. പക്ഷെ എനിക്ക് സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം സിനിമ ഞാൻ ചെയ്തു, അടങ്ങി ചെയ്തു. പക്ഷെ ഇയാൾക്ക് അങ്ങനെ ഒരു പുറത്ത് വർക്കിന് വരെ പോയില്ല. പോയിട്ടില്ല. അതെന്തുകൊണ്ടാ? ഇഷ്ടമില്ലാത്ത? സംവിധായകനൊക്കെ ആകട്ടെ, അപ്പൊ ഞാൻ അഭിനയിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടല്ലോ, അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച്, ഇപ്പൊ ആളുടെ ഒരു വലിയ ആഗ്രഹം ഉണ്ട്, അങ്ങനെ ചെയ്യോ? അങ്ങനെ ചാൻസ് വന്നത് പറഞ്ഞെടുത്ത ഏതായിരുന്നു? ഷൂട്ട് കഴിഞ്ഞ ചാൻസ് വന്നിരുന്നു. ഓക്കെ, ആള് വന്നില്ല. എന്റെ അനിയന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വരില്ല. ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള ഇതായിരുന്നു. പക്ഷെ ഇയാള് ഇപ്പൊ ഇവള് കയറിയപ്പോ ടോട്ടൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് എത്തിച്ചേരാൻ പറ്റും. വരണ്ടേ, ഞങ്ങൾ എത്ര പറഞ്ഞു നിർത്തി. നല്ലൊരു അവസരം കളയാ. സിനിമ ആഗ്രഹമില്ല. ആൾക്ക് ഈ കുറച്ച് സ്പേസ് നിങ്ങളുടെ കൂടെയുള്ള വീഡിയോസ് അതാകുമ്പോ എന്താ എന്നെ പിടിച്ചിങ്ങനെ പോസിയാൽ മതിയല്ലോ, എനിക്ക് നല്ലോണം കിട്ടുക. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഷൂട്ട് ചെയ്താൽ ഇവിടെ തന്നെ അടിച്ചു കിടത്തി എന്റെ പോറണ്ട് പൊളിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് ഞങ്ങൾ അടിയൊക്കെ ഒറിജിനലാണ്. ഓരോ അടിന്റെ പുറത്ത് ഒരാഴ്ചക്ക് എനിക്ക് വേദനിച്ച് നടക്കലുണ്ട്. ശരിക്കും മനഃപൂർവ്വം കൊടുക്കുന്നതാണോ? അല്ല, കിട്ടുന്നുണ്ട്. മറ്റേ പെട്ടെന്ന് അറിയാം, നമ്മളിങ്ങനെ മെല്ലെ അടിക്കുമ്പോൾ പെട്ടെന്ന് അറിയും, മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒറിജിനലാണ് കൊടുത്ത പ്രശ്നം. അനിയനല്ലേ, സോറി ചേട്ടനല്ലേ, ചേട്ടനല്ലേ ഓക്കെ. ശരിക്കും ഇതില് ഭയങ്കരമായിട്ട് ക്യാമറക്ക് മുമ്പിൽ ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആരാ ഈ കൂട്ടത്തില്? ഇവരും ഇയാളും
നേരത്തെ പ്ലാൻ ചെയ്താണ് ജിൻഡി പറഞ്ഞത് ഇന്റർവ്യൂ ഇപ്പോഴല്ല അതിന്റെ അല്ല ഏറ്റവും കൂടുതൽ പാത്തുമാണ് ഏറ്റവും കാര്യങ്ങൾ സ്കോർ ചെയ്യണേ. ഓക്കെ, പാത്തു ഇത് പാത്തു തന്നെ പറയുന്നത് പാത്തുവിനെ കുറിച്ചേ അല്ല പറയണേ, പാത്തു ഇങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും നമ്മളെ സൗണ്ട് ഇപ്പൊ സൗണ്ട് പറ്റി അടഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് സൗണ്ട് പ്രശ്നമുണ്ട് ഓൾറെഡി. പക്ഷെ അപ്പൊ അതിന് സൗണ്ടിൽ സംസാരിക്കാതിരുന്നാലും പ്രശ്നമാണ്, ചില ആൾക്കാർക്ക് സംസാരിച്ചാലും പ്രശ്നമാണ്. അങ്ങനെ ഇഷ്യുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സംസാരം പാത്തുവിന്റെ ഒച്ചത്തിലുള്ള സൗണ്ട് വേണം, സൗണ്ട് വരണം എന്നാണ്. സൗണ്ട് പറ്റി പോയിട്ടുണ്ട്. സൗണ്ട് ആദ്യം ഇഷ്യൂ ആണ്. കുറെ സംസാരിച്ചാലൊക്കെ എല്ലാവരും ഫാമിലിയൊക്കെ കൂടി ഒന്ന് സംസാരിച്ചാല് അന്നാ സൗണ്ട് പോയി. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും. ഇപ്പൊ സൗണ്ട് നിൽക്കില്ല. ഇപ്പൊ ഈ ഷൂട്ട് എന്തായിട്ട് റെസ്റ്റ് ഇല്ല. പിന്നെ ഇപ്പൊ ഈ 15 ദിവസമായിട്ട് ഇപ്പൊ തീരെ റെസ്റ്റ് ഇല്ല. ഷൂട്ട് ഷൂട്ട് കൊണ്ടിരുന്നു. ഉപ്പ വന്നത് മൊത്തം വെക്കേഷനും കുട്ടികളെ മാറ്റി അടിപിടി നിരതായിട്ട് അമ്മ വീഡിയോ കണ്ടില്ലേ, സെയിം അവസ്ഥയാണ്. വെക്കേഷൻ കൂടെ നിങ്ങൾക്ക് കോണ്ടന്റ് തപ്പി പോകണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ ഒരു ദിവസം നിങ്ങൾ കോണ്ടന്റ് പ്ലാൻ ചെയ്ത് ചെയ്യോ? എങ്ങനെ നിങ്ങളുടെ കാരണം കണ്ട സംഭവങ്ങളല്ല പിന്നീട് കാണണം. നിങ്ങൾ എപ്പോഴും ഇപ്പൊ ഒരുപാട് പേര് നമ്മൾ വീഡിയോസ് കാണുന്നത് എവിടെയെങ്കിലും ഒരു ചായ കാച്ചൽ ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ എപ്പോഴും കോണ്ടന്റിൽ എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് 4 പെങ്ങന്മാരുള്ളത് അതൊരു അനുഗ്രഹം. അതിനൊരു കുറച്ചിലൊക്കെ ഒക്കെ വ്യത്യസ്തമായിട്ട് കിട്ടും. അപ്പൊ മിനിയാൻ ഇവര് തമ്മിൽ ഭയങ്കര തല്ലിയിരുന്നു. എത്രയോ നേരം ഭയങ്കര തല്ലേ. ഉപ്പ കട വെട്ടുകാണ്ട് ഒരു പമ്പേഴ്സിന്റെ കേസാണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ പാത്തു ഇനി അപ്പൊ ഇരിക്കുന്നത് ചിരിക്കണ്ടില്ല. അതിന് പറഞ്ഞു എന്റെ കാര്യം ഞാൻ നോക്കില്ല, ഞാൻ നിർത്തികളെ അങ്ങനെ രണ്ടാം ഇവിടെ പറഞ്ഞു ഇങ്ങോട്ടും പറയണ്ട, അത് വാപ്പ ഇടപെട്ട് ക്ലിയറൊക്കെ സംസാരിച്ചൊക്കെ ആക്കിയിട്ട് രണ്ടാളും സെറ്റ് ആവില്ല. എനിക്ക് കമ്പനിയെ വേണ്ട. കുറച്ച് കഴിഞ്ഞപ്പോ വന്ന് നോക്കിക്കൊണ്ട് ഇവളുടെ അയാളെ മുടി സ്ട്രൈറ്റ് ചെയ്തിട്ടു. ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചു ഇതെന്ത് സംഭവം, നോക്കട്ടെ. അല്ല അതാ ആൾക്കാര്. അപ്പൊ ശരിക്കും അങ്ങനെ നല്ല നല്ല കമ്പനി എല്ലാവരും. ഇപ്പൊ ഏട്ടന്മാർ അനിയത്തികളായാലും ഏട്ടത്തിലൊക്കെ ഭയങ്കര കമ്പനി. പറയാനുള്ളത് പറയെങ്കിലും നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ ഭയങ്കര ഓപ്പണാണ്. അത് വാപ്പായും ഉമ്മായൊക്കെ കിട്ടും കേട്ടോ. ഒരു റഫ് ആയിട്ടുള്ള ആൾക്കാരല്ല, നല്ല കമ്പനി. പക്ഷെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും. ഈ ആൺകുട്ടികൾക്ക് ഒരു അനിയത്തിയോ ചേച്ചിയോ ആരെങ്കിലും വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ 3 പേരുണ്ടല്ലോ, എങ്ങനെയാ 3 പെങ്ങന്മാരുടെ കൂടെയുള്ള ഒരു ജീവിതം എങ്ങനെയാ? 4 പേരല്ലേ, ഞങ്ങൾ 5 പേരല്ലേ, 4 പെങ്ങന്മാര്, ഒരേ ഒരു ആൺകുട്ടി. പണ്ട് പേര് ഒറ്റ ആൺകുട്ടിയാണ് സ്നേഹത്തോട് വളർത്തുന്നത്. എനിക്ക് ആ സാധനം കിട്ടില്ല. വെറുതെ സ്നേഹം. എനിക്ക് പുറത്തുനിന്ന് നല്ല സ്നേഹം ഉണ്ടായതുകൊണ്ട് അത് മതി. ഞാൻ ജീവിച്ചു പോകുന്നത്. തിരിച്ചു വീട്ടിൽ കയറണ്ടേ? എനിക്ക് ബേജാറില്ല, ഓള് കാണണം. ഇന്ന് ഇവിടെ ഇല്ലല്ലോ, ആ സമാധാനത്തോട് പറയണം. അച്ഛനായിട്ട് മതിലൊരു കല്ലെടുത്തിനാ സാധ്യത. ശരിക്കും ഒരു ഗുണം എന്താ 4 പെങ്ങന്മാരുള്ള ഒരു ഗുണം എന്താ? ശരിക്കും ഒരു അനിയന് ജ്യേഷ്ഠൻ ഇല്ലാത്ത ഒരു ടെൻഷൻ എനിക്കുണ്ടായില്ല. കാരണം അതുപോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്ത് ബുദ്ധിമുട്ടെന്നാലും ഇനിയിപ്പോൾ മാനസികമായിട്ടായാലും വേറെ നമുക്ക് സാമ്പത്തികമായിട്ടായാലും ഒക്കെ ആൺകുട്ടൊക്കെ ഷെയർ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും സപ്പോർട്ടാണല്ലോ. ഞങ്ങൾക്കും വിഷമം തോന്നിയിട്ടില്ല, ഒരാള് മതി. അല്ല ഒരു ആങ്ങളെയും കൊണ്ടായാലേ ചിലപ്പോൾ അവർക്ക് തോന്നും ഇതിനേക്കാൾ സ്നേഹം ഓനോടാണ്, അല്ലെങ്കിൽ ഓനേക്കാൾ സ്നേഹം ഓരോടാണ്. അത് തമ്മിൽ കച്ചറാവാനും ഇതാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോ നല്ല ശരിക്കും ഈ പെൺപിള്ളേരുള്ള അടുത്ത് നമ്മൾ മാത്രം ചെറിയ കാര്യത്തിൽ ഈ പറഞ്ഞ വഴക്ക് പരിപാടി എനിക്ക് ഒന്നും പറഞ്ഞു ജയിക്കാൻ പറ്റൂല. ഇവര് 3 ആൾക്കാരും അതേപോലെ എന്റെ വൈഫടക്കം ഇവര് ഒന്നിക്കും. പിന്നെ ഞാൻ അവിടെ കീഴടങ്ങുന്ന നിർബന്ധമാണ്. എത്ര പടപട ഒരു നാവ് ഇവിടുന്ന് വരുമ്പോ അവിടെ നാവ് അവിടുന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ആൾക്കാർ കൂടുതലാണല്ലോ അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചു. അല്ലാതെ ചോദിക്കില്ല. പിന്നെ ആശ്രമാഷനായ മതി, നല്ല ബോംബാണ്, നല്ല നാവ് നല്ല നീളമാണ്. ഇപ്പൊ എന്താ ഭയങ്കര മാന്യായിട്ടിരിക്കുന്നത്. കുറച്ച് ആളുടെ ഫാൻസ് കാണുന്നതാണ്, അപ്പൊ കുറച്ച് നല്ല ആളായിരിക്കും. പിന്നെ കുട്ടികൾ കാണും ഇന്റർവ്യൂ, പിന്നെ ക്യാരക്ടർ റോൾസ് അല്ലേ. അപ്പൊ ഇതാകുമ്പോ ഭംഗിയില് നമ്മള് കൊറേ എന്നാലും ഏറ്റവും ഭംഗി കുറവില് ഞാനേ വരില്ലേ. ഞാൻ ആ തുണി പിടിച്ചുകൊണ്ട് ഇവിടെ ട്രൗസറും കാട്ടി ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിനും അതേപോലെ സാധാരണ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നല്ല ഡ്രസ്സല്ലേ. വീഡിയോയിൽ ഒരു വീഡിയോ പോലും ഞാൻ നല്ല ചെയ്തില്ല. ഒന്നും ചെയ്ത് മടക്കി കുത്തിയിട്ടാണ്. ഞാനും അങ്ങനെ തന്നെയല്ലേ. പക്ഷെ നല്ല അടിപൊളി മാക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്വന്തമായിട്ടുള്ള മാക്സിയാണ്. നല്ല എന്താ പറഞ്ഞെടുത്ത ബിസിനസ്, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ശരി, അതൊരു ബിസിനസ് അല്ലേ? മാക്സി ബിസിനസ് പറയൂ. എന്താ നല്ലതായി പോയിട്ടുണ്ട്, നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. ഡെയിലി ഫിറ്റ്സ് ആണ് അവിടെ പുതിയൊരു തുടങ്ങിയിട്ടുണ്ട്. ഗൾഫ് മോഡൽ മാക്സികൾ ചെയ്യാനുള്ള നിങ്ങൾ ആ ഒരു കോസ്റ്റ്യൂം മതി എന്ന് തീരുമാനിച്ചത് ആരാ ശരിക്കും ഷൂട്ട് സമയത്ത്? അപ്പം തന്നെ മതി. അപ്പൊ നമ്മള് ചുരിദാർ ടോപ്പ് ഇടാൻ വേണ്ട, മാക്സി മതി. കാരണം
എല്ലാരും യൂസ് ചെയ്യല് മാക്സി തന്നെയാണ്. ഇപ്പൊ വീട്ടമ്മമാരൊന്നും ഇപ്പൊ കൂടുതൽ ചുരിദാറൊന്നും യൂസ് ചെയ്യലില്ലാന്ന്. പിന്നെ അതല്ല നമുക്ക് ആ ക്യാമറയുടെ ഭംഗി ആ നാടൻ ലുക്ക് ആണ് അതിന്റെ രസം. അല്ലാന്നല്ല എന്നാ തന്നെ പറഞ്ഞില്ലേ അത്. പിന്നെ അതുമല്ല എനിക്കും ഇഷ്ടം അത് തന്നെയാണ്. എന്താ പറയാ ചുരിദാറൊക്കെ ഇടുമ്പോ ബോഡിക്ക് ഷേപ്പ് ചെയ്തിട്ടല്ലേ മാക്സി ആകുമ്പോ ലൂസ് ഫിറ്റിലിട്ട് നടന്നോളൂ. നല്ല ലുക്ക്. പക്ഷെ ആ പ്രായം കിട്ടണ്ടേ നമുക്ക്. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് കേക്കണം അങ്ങോട്ട് പാവട്ടോ സന്തോഷം. ഇപ്പൊ ഏകദേശം ഫുള്ള് തയമ്പാണ്. അടി കിട്ടി കിട്ടി തയമ്പ് വെച്ച് മുഖം മാറി എനിക്കല്ല ഇവൻക്കാ മാറിയത്. നോക്കിയിട്ട് ക്യൂട്ട് എന്താ പറയാ. ഇങ്ങനെ പറഞ്ഞു ഞാനൊന്ന് പൊക്കോട്ടെ.